ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് പറയുന്നുണ്ട് ഒരു ബാലൻസ് വേണം. അതായത് ശരി തെറ്റ്, കൂടുതൽ ഏതാണ് നല്ലത്, ആരാണ് കൂടുതൽ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ആരാണ് കൂടുതൽ അതിലോട്ട് കൊടുത്തിട്ടുള്ളത്, അതിലെയും ജോലി കാര്യങ്ങളാണെങ്കിലും അങ്ങനെ അതായത് നിങ്ങൾ തൂക്കി നോക്കുകയാണ്. മനസ്സിലായോ? ആരാണ് എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കൂടുതൽ കിട്ടിയത്, അല്ലെങ്കിൽ വിഷമാണോ ദുഃഖമാണോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പൊ നിങ്ങളുടേത്. അതുപോലെ തന്നെ പുതിയൊരു ചിന്തയും അതേപോലെ ഒരു പുതിയൊരു ആവേശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ ഓരോ സമയം ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലുള്ളത്. അതുപോലെ തന്നെ സംശയങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറെ ഭയങ്ങൾ, അതായത് നിങ്ങളായിട്ട് സൃഷ്ടിച്ചെടുത്തത്. ഇപ്പൊ ജോലിക്കാരെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി അത് കിട്ടുമോ എന്നുള്ള ഒരു ഭയം, അല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്താവും അങ്ങനെ ഓർത്തിട്ടുള്ള ഒരു പേടി, അങ്ങനെയുള്ള ഒരു ഭയമാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പണ്ടുണ്ടായിട്ടുള്ള നിങ്ങളുടെ വിഷമങ്ങള് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, അതായത് റിലേഷൻഷിപ്പ്, കരിയർ എന്തും ആവാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോകണമെന്ന് താല്പര്യം ഉള്ളിൽ, അതായത് ഒരു സോൾ ലെവലിൽ അത് കളയണം, നല്ല രീതിയിലാവണം, മൈൻഡും ബോഡിയും സോളും ഒക്കെ ഒരു നല്ല രീതിയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ അതേപോലത്തെ ഒരു പാറ്റേൺ, മനസ്സിലായി, ഇത് മതിയായി, എനിക്ക് സമാധാനം വേണം എന്നൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പറയാത്തതായിരിക്കാം. അത് നിങ്ങൾക്ക് തുറന്ന് പറയണമെന്നോ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇനിയും കൂടുതൽ ഓപ്ഷൻസ് വേണം, അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ തരത്തിലോട്ട് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നിങ്ങളത് നിങ്ങളത് ട്രൈ ചെയ്യുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ചിലപ്പോൾ ഇത് ഇത്രയും ടോക്സിക് ആയതുകൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവിടെ പറഞ്ഞു കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവരോട് ഡീപ്പായിട്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷെ നിങ്ങളത് തന്നെ അതിൽ നിന്ന് മാറുന്നു. നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ കാര്യങ്ങൾക്ക് തുടക്കം, ബിസിനസ്, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എല്ലാത്തിലും നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസ് വേണം, മനസ്സിലായോ? പിന്നെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ബ്ലോക്കാണ്. അപ്പൊ ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറ്റി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്യുക. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ പോകാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ വിട്ടാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബാലൻസും കാര്യങ്ങളും ഉണ്ടാവും. അതിനെ നിങ്ങൾ മുറുകെ എനിക്ക് ഇതില്ലാതെ പറ്റില്ല, അതല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു രീതിയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലോക്സ് ഉണ്ടാവുന്നത്.